Exercise 13.3 question number 3. A 20 meter deep well with a diameter 7 meter is dug and the earth from digging is evenly spread out to form a platform 22 meter by 14 meter. Find the height of the platform. അപ്പോൾ തന്നിരിക്കുന്ന ഈ മെഷർമെന്റിലുള്ള ഒരു കിണർ കുഴിക്കുന്നു. അപ്പോൾ നമുക്കറിയാം കിണർ കുഴിക്കുമ്പോൾ അതിനുള്ളിലുള്ള മണ്ണിനെ പുറത്താണ് കളയാറ്. ആ കിണർ കുഴിക്കുന്നു എന്ന് പറയുമ്പോൾ കിണറിന്റെ ഷേപ്പ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. ദാറ്റ് മീൻസ് ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള അത്രയും മണ്ണിനെ പുറത്ത് ഇടുന്നു. ഇനി അത് വെറുതെ ഇടുകയല്ല ചെയ്യുന്നത്, അതിനെ ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റത്തക്ക വിധത്തിൽ കട്ടിക്കാണ് ഇടുന്നത്. അതും ഒരു ക്യൂബോയിഡിന്റെ ഷേപ്പിലാണ്. ബിക്കോസ് അതിന്റെ സൈസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 22 മീറ്റർ ബൈ 14 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ എന്താണ്, ഇത് ബ്രെഡ്ത്ത് ആണ്. നമുക്ക് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇവിടെ പ്ലാറ്റ്ഫോം ഈവൻലി ഉണ്ടാക്കുന്നതിന് വേണ്ട മണ്ണ് ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വെല്ലിൽ നിന്ന്, കിണറിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോ അവിടെ നമ്മൾ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇതിൽ നിന്നെടുക്കുന്ന മണ്ണിന്റെ വോളിയമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വോളിയവും ഈക്വൽ ആണെന്ന് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ വയ്യാത്ത എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായി കഴിയും. അപ്പൊ നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് പോകാം. ഫോർ സിലിണ്ടറിക്കൽ വെൽ, ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ d is equal to 7 meter. അങ്ങനെയാണെങ്കിൽ റേഡിയസ് is equal to 7/2. ഹൈറ്റ് is also given 20 meter ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദ എർത്ത് ടേക്കൺ ഔട്ട്. വോളിയം ഓഫ് ദ എർത്ത് ടേക്കൺ ഔട്ട് which is equal to volume of cylinder pi r square h is equal to pi into റേഡിയസ് 7/2 the whole square into height 20. ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ് ആ വെല്ല്, ആ കിണർ കുഴിച്ചപ്പോൾ പുറത്തെടുത്ത എർത്തിന്റെ വോളിയം. ഇനി നമുക്ക് ആ ക്യൂബോയിഡിന്റെ വോളിയം കണ്ടുപിടിക്കാം. ക്യൂബോയിഡിലേക്ക് പോകാം. ക്യൂബോയിഡൽ പ്ലാറ്റ്ഫോം, അവിടെ ലെങ്ത് തന്നിട്ടുണ്ട് which is 22 meter, breadth which is 14 meter, ഹൈറ്റ് h ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയത്തിലേക്ക് പോകാം. വോളിയം എന്ന് പറയുന്നത് ഇവിടെ കിണറിൽ നിന്ന് പുറത്തെടുത്ത ആ എർത്തിന്റെ വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം വോളിയം ഓഫ് ദ പ്ലാറ്റ്ഫോം ഈസ് ഈക്വൽ ടു LBH which is equal to L which is 22 into breadth 14 into height അറിയില്ല, അതിനെ നമുക്ക് h ആയിട്ട് തന്നെ എഴുതാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. വോളിയം ഓഫ് ദ പ്ലാറ്റ്ഫോം ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എർത്ത് ടേക്കൺ ഔട്ട്. പ്ലാറ്റ്ഫോമിന്റെ വോളിയം 22 into 14 into ഹൈറ്റ് which is equal to, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഈ വോളിയം which is 22/7 into 7/2 the whole square നെ 7/2 into 7/2 എന്ന് എഴുതാം into height which is 20. ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ ഒരു 22 ഉണ്ട്, റൈറ്റിൽ ഒരു 22 ഉണ്ട്. ഈ 7ഉം കൂടി ഡിവൈഡ് ചെയ്യാം. ഈ 2 20യെ ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്ക് 10 എന്ന് കിട്ടും. ലെഫ്റ്റ് ഓവർ നമ്പറുകളെ നമുക്കൊന്ന് എഴുതാം. 14 into h, അതിലെ h മാത്രം എഴുതുന്നു. റൈറ്റ് സൈഡിലുള്ളത് 7 into 10 divided by 2 ആണ്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 14 ഇവിടെ റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ അത് ഡിവൈഡഡ് ബൈ 14 എന്നായി മാറും. ഇനി ഈ 7ഉം 14ഉം കൂടി ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്ക് 2 എഴുതാം. ഇവിടെ നമുക്ക് 2 കൊണ്ട് 10നെ ഡിവൈഡ് ചെയ്യാം, 5 കിട്ടും. ഫൈനലി 5/2 എന്ന് എഴുതാം which is 2.5 meter. That means height of the platform is 2.5 meter. എഴുതി വെക്കാം. Therefore height of the platform is 2.5 meter. Fourth question. A well of diameter 3 meter is dug 14 meter deep. വീണ്ടും നമ്മൾ ഇതിനു മുൻപ് ചെയ്ത ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ഒരു കിണർ കുഴിക്കുന്നു, ഒരു വെൽ. ആ വെല്ലിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് which is 3 meter.
ആൻഡ് ഡഗ് 14 മീറ്റർ ഡീപ്പ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു ഹൈറ്റ് 14 മീറ്റർ ആണ്. ഇനി ഇതിൽ നിന്ന് കുഴിച്ച് പുറത്തെടുക്കുന്ന ആ എർത്ത്, അതിനെ സപ്പോസ് ഇങ്ങനെയാണ് നമ്മൾ കിണർ കുഴിക്കുന്നത്, ഇത് ഗ്രൗണ്ട് ലെവൽ ആണെങ്കിൽ ഇതിൽ നിന്ന് താഴേക്ക് കുഴിക്കുന്നു. ഈ കുഴിച്ച് പുറത്തെടുക്കുന്ന മണ്ണ്, ആ മണ്ണിനെ ഈ കിണറിന്റെ ചുറ്റും തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ ഫോം ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം പോലെ ആക്കി മാറ്റുന്നു. അപ്പോ ഇവിടെ മുകളിലാണ് പ്ലാറ്റ്ഫോം ആയിട്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലാണ് പ്ലാറ്റ്ഫോം ആയിട്ട് ഫോം ചെയ്യുന്നത്. ഞാനിവിടെ ഇതിനെ ഇങ്ങനെ താഴെ തിക്നെസ് കാണിക്കാൻ വേണ്ടി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു തിക്നെസ്സോട് കൂടി ആ മണ്ണ് ഇങ്ങനെ ഉയർത്തിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ആക്കി വെച്ചിരിക്കുന്നു. അതിനെ ടോപ്പ് വ്യൂവിൽ നമ്മൾ നോക്കിയാൽ ഇത്തരത്തിലിരിക്കും. ഇത് ഉള്ളില് വെല്ലാണ്, കിണറാണ്. അതിന്റെ ചുറ്റിനും റിംഗ് ഷേപ്പില് മണ്ണിനെ, എർത്തിനെ ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റിംഗ് ഷേപ്പിലുള്ള പ്ലാറ്റ്ഫോമിന്റെ വിഡ്ത്ത് 4 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. The earth taken out of it has been spread evenly and all around it in a shape of circular ring. ഒരു സർക്കുലർ റിംഗിന്റെ ഷേപ്പിലാണ് ഈ വെല്ലിന്റെ 4 വശത്തും മണ്ണ് ഇട്ടിരിക്കുന്നത്. ഓഫ് വിഡ്ത്ത് 4 മീറ്റർ. അപ്പോ ഇതിന്റെ വിഡ്ത്ത് ആണ് ഈ 4 മീറ്റർ. ഇത് എവിടെ നോക്കിയാലും അതിന്റെ വിഡ്ത്ത് 4 മീറ്റർ തന്നെ ആയിരിക്കും. ഫോം ആൻ എംബാങ്ക്മെന്റ്, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ എംബാങ്ക്മെന്റ്. ഇതിന്റെ ഹൈറ്റ് എത്രയാണ്, ഈ ഒരു ഹൈറ്റ് എത്രയാണെന്നാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോ റിംഗിന്റെ കാര്യത്തില് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ. ഇതാണ് ഒരു റിംഗ്. റിംഗ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇന്നർ റേഡിയസ് ഉണ്ടാകും, ഒരു ഔട്ടർ റേഡിയസും ഉണ്ടാകും. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ റേഡിയസിനെ നമുക്ക് ഇന്നർ റേഡിയസ് സ്മാൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു സെന്ററിൽ നിന്ന് ഔട്ടർ റിംഗ്, ഔട്ടർ സർക്കിളിലേക്കുള്ള റേഡിയസ്, അതിനെ നമുക്ക് ക്യാപിറ്റൽ R ആയിട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിംഗിന് ഒരു ചെറിയ ഹൈറ്റ് ഉണ്ട്. ഈ ഒരു ഹൈറ്റ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഉയരത്തിലാണ് ഈ മണ്ണ് ഇട്ടിരിക്കുന്നത്, ആ ഒരു എംബാങ്ക്മെന്റിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ആക്ച്വലി നമ്മൾ ഈ റിംഗിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ ഒരു ചെറിയ സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്താൽ, ഉള്ളിൽ ഒരു സിലിണ്ടറും പുറമെ വേറെ ഒരു സിലിണ്ടറും ആയ രീതിയിൽ ഒരു പൈപ്പിന്റെ ഷേപ്പിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് സ്മാൾ റേഡിയസ്, ഇവിടെ നിന്ന് ഇത്രയും വരെ ഉള്ളത് ക്യാപിറ്റൽ റേഡിയസ് ആൻഡ് ദിസ് വൺ ഈസ് ഹൈറ്റ്. ഈ ഹൈറ്റ് രണ്ട് സർക്കിൾസിനും സെയിം ആണ്. ബിക്കോസ് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനും സെയിം ആണ്, ഇന്നർ റേഡിയസ് ആയാലും ഔട്ടർ റേഡിയസ് ആയാലും. അപ്പോ ഇന്നർ സർക്കിളിനെ ഒരു സിലിണ്ടറായി തന്നെ, ഈ ഒരു ഹൈറ്റോട് കൂടി ഒരു സിലിണ്ടറായി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു സിലിണ്ടർ ഫോം ചെയ്യുന്നു. ഔട്ടർ സർക്കിളിനെ ഹൈറ്റോട് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ സിലിണ്ടറിനെയും ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റിംഗിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റിംഗിന്റെ വോളിയം എന്ന് പറയുന്നത് വലിയ സർക്കിളിന്റെ വോളിയത്തിൽ നിന്നും ചെറിയ സർക്കിളിന്റെ വോളിയം മൈനസ് ചെയ്യുന്നതാണ്. ഇവിടെ ശരിക്കും സർക്കിൾ അല്ല, അതിനെ നമ്മൾ സിലിണ്ടറായി തന്നെ കൺസിഡർ ചെയ്യണം. ഈ വലിയ സിലിണ്ടറിന്റെ വോളിയത്തിൽ നിന്നും ചെറിയ സിലിണ്ടറിന്റെ വോളിയം സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. അതിനുള്ള ഇക്വേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഹൈറ്റ് ആണ്. ഈ എംബാങ്ക്മെന്റിൽ ഇട്ടിരിക്കുന്ന മണ്ണിന്റെ, എർത്തിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് വെല്ലിന്റെ കേസ് ആദ്യം എടുക്കാം. വെൽ, അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ D is equal to 3 meter, then radius is equal to 3/2. ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് H is equal to 14. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തെടുക്കുന്ന എർത്തിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് എർത്ത് ടേക്കൺ ഔട്ട് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് വിച്ച് ഈസ് 3/2 the whole square into height which is 14. ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് എർത്താണ് ആ കിണറിൽ നിന്നും പുറത്തെടുക്കുന്നത്. ഇനി നമുക്ക് റിംഗിന്റെ വോളിയത്തിലേക്ക് പോകാം. ഈ എർത്ത് കൊണ്ട് ഫോം ചെയ്ത എംബാങ്ക്മെന്റിന്റെ ഹൈറ്റ്, ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു സിലിണ്ടറായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്നർ സർക്കിൾ ആയാലും ഔട്ടർ സർക്കിൾ ആയാലും അതിനുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ഒറ്റ ലെവലിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹൈറ്റിനെ നമുക്ക് H ആയി കൺസിഡർ ചെയ്താൽ ഇവിടെയുള്ള എംബാങ്ക്മെന്റിന്റെ വോളിയം എന്ന് പറയുന്നത് വലിയ സിലിണ്ടറിന്റെ വോളിയത്തിൽ നിന്നും ചെറിയ സിലിണ്ടറിന്റെ വോളിയം മൈനസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. ഫോർ എംബാങ്ക്മെന്റ്, അതൊരു റിംഗിന്റെ ഷേപ്പിലായതുകൊണ്ട് സ്മാൾ r
സ്മാൾ ആർ അവിടെ തന്നിട്ടില്ല. സ്മാൾ ആർ എന്ന് പറയുന്നത് ഈ ഒരു റേഡിയസ് ആണ്. അത് ഈ ഒരു കിണറിന്റെ തന്നെ റേഡിയസ് ആയിരിക്കും, ബിക്കോസ് അതിനോട് ചേർന്നാണ് ഇടുന്നത്. അപ്പോ ആ റേഡിയസിനെ, സ്മാൾ റേഡിയസിനെ നമുക്ക് 3/2 എന്ന് തന്നെ എഴുതാം. ക്യാപിറ്റൽ റേഡിയസിനെ എഴുതുമ്പോൾ ക്യാപിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് ഈ 3/2ന്റെ കൂടെ, ഈ 3/2നെ നമ്മൾ 1.5 എന്ന് എഴുതുകയാണെങ്കിൽ ഈ 1.5ന്റെ കൂടെ ഇതിന്റെ വിഡ്ത്തായ, ഈ റിംഗിന്റെ വിഡ്ത്തായ 4 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു 1.5 പ്ലസ് 4 വിച്ച് ഈസ് 5.5 മീറ്റർ എന്ന് എഴുതാം. ഇനി ഇവിടെയുള്ള ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഹൈറ്റ് വിച്ച് ഈസ് കോമൺ ഈസ് ഈക്വൽ ടു, അതിനെ നമുക്ക് ക്യാപിറ്റൽ എച്ച് എന്ന് കൺസിഡർ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് ഈ എംബാങ്ക്മെന്റിന്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദ എംബാങ്ക്മെന്റ് ഈസ് ഈക്വൽ ടു, റിംഗിന്റെ വോളിയമാണ്, വലിയ സിലിണ്ടറിന്റെ വോളിയം വിച്ച് ഈസ് പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എച്ച് മൈനസ് പൈ സ്മാൾ ആർ സ്ക്വയർ എച്ച്. ഇതിൽ നിന്നും പൈ എച്ച് കോമൺ ആയിട്ട് നമുക്ക് എഴുതാം, പൈ എച്ച് ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് 9th പഠിച്ചതാണ്. പൈ എച്ച് ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതിനെ നമ്മൾ ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് ആർ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു എച്ചിന്റെ വാല്യൂ നമുക്ക് അറിയില്ല, അതിനെ നമുക്ക് എച്ച് ആയിട്ട് തന്നെ എഴുതാം. ബ്രാക്കറ്റിനുള്ളിൽ ക്യാപിറ്റൽ ആർ വിച്ച് ഈസ് 5.5 പ്ലസ് സ്മാൾ ആർ വിച്ച് ഈസ് 1.5 ഇൻറ്റു 5.5 മൈനസ് 1.5 ഈസ് ഈക്വൽ ടു പൈ എച്ച് ഇൻറ്റു 5.5 പ്ലസ് 1.5 which is 7 into 5.5 minus 1.5 which is 4 is equal to 7 into 4 which is 28 pi h എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ ഒരു വോളിയം, ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ഈ വെല്ലിൽ നിന്നും നമ്മൾ പുറത്ത് എടുത്ത എർത്തിന്റെ വോളിയമാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം, ഈ എംബാങ്ക്മെന്റിലുള്ള എർത്തിന്റെ അല്ലെങ്കിൽ മണ്ണിന്റെ വോളിയവും ഈ വെല്ലിൽ നിന്ന്, കിണറിൽ നിന്ന് കുഴിച്ചെടുത്ത മണ്ണിന്റെ വോളിയവും സെയിം ആണ്. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് അങ്ങനെ എഴുതാം. വോളിയം ഓഫ് എംബാങ്ക്മെന്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എർത്ത് ടേക്കൺ ഔട്ട്. ഇതാണ് എംബാങ്ക്മെന്റിന്റെ വോളിയം വിച്ച് ഈസ് 28 പൈ ക്യാപിറ്റൽ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച പൈ ഇൻറ്റു 3/2 ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് 3/2 ഇൻറ്റു 3/2 എന്ന് എഴുതാം ഇൻറ്റു 14. ഇവിടെ രണ്ട് സൈഡിലും പൈ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും പൈയുടെ വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കേസിൽ രണ്ട് പൈയും ക്യാൻസൽ ചെയ്യുന്നു. ലെഫ്റ്റ് വിത്ത് ഇവിടെ ക്യാപിറ്റൽ എച്ച് ആണ് നമുക്ക് വേണ്ടത്. റൈറ്റ് സൈഡിലുള്ള 3/2 ഈ ഒരു 2ഉം 14ഉം കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 7 എഴുതാം. ലെഫ്റ്റ് വിത്ത് 3/2 ഇൻറ്റു 3 ഇൻറ്റു 7 വിച്ച് ഈസ് 21. ലെഫ്റ്റിലുള്ള 28 റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ ഡിവൈഡഡ് ബൈ 28 എന്നായി മാറും. 3 ഇൻറ്റു 21 വിച്ച് ഈസ് 63 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു, ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ എഴുതിയാൽ 1/28 എന്ന് എഴുതാം. 63 ആൻഡ് 28 ഈ രണ്ട് നമ്പറുകളും 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 7 4s ആർ 28 ആൻഡ് 7 9s ആർ 63. അപ്പൊ നമുക്ക് എഴുതാം 9/8 മീറ്റർ. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ ആൻസർ വിൽ ബി 1.125 മീറ്റർ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഈ ഒരു എംബാങ്ക്മെന്റിന്റെ അല്ലെങ്കിൽ റിംഗ് ഷേപ്പിൽ ഇട്ട ആ മണ്ണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.125 മീറ്റർ ആണ്. ഫൈനൽ ആൻസർ നമുക്ക് എഴുതി വെക്കാം. Therefore, the height of the embankment is equal to 1.125 meter. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും റെഗുലറായി അറ്റൻഡ് ചെയ്യുക.